കളരിപ്പയറ്റ് മദർ ഓഫ് മാർഷൽ ആർട്സ് അല്ല, ബോധിധർമ്മൻ അല്ല ചൈനയിലെ കുങ്ഫു ഉണ്ടാക്കിയത്. ഇത് രണ്ടും ശുദ്ധ നുണയാണ്. ബോധിധർമ്മനെ കുറിച്ചിട്ടുള്ള ചരിത്രം തന്നെ കെട്ടുകഥയാണ്. യഥാർത്ഥത്തിൽ കളരിപ്പയറ്റ് എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വയ്ക്കുന്ന ഒരു നാടകമാണ് കളരിപ്പയറ്റ്, ഒരു കൊറിയോഗ്രാഫിയാണ്. ഇത് തടയിരിക്കുന്നിടത്ത് പോയി വെട്ടുകയാണ്. കേരളത്തിലെ കളരിക്കാർക്ക് ആർക്കെങ്കിലും ഒരു മിക്സഡ് മാർഷൽ ആർട്സുകാരനുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റും? ഇല്ല. MMA പെർഫോമർ വേറെയാണ്. ഇടിയുള്ളൂ. എന്തുകൊണ്ടാ? ലോകത്തെ കായിക വിദ്യകളെല്ലാം ഉത്ഭവിച്ചത് മലബാറിലുള്ള ആ കുഴിയിലാണെന്നൊക്കെയാണ് നമ്മുടെ വിചാരം. ഈ കുഴിക്കളരി എന്ന് പറയുന്നത് തോക്കിനെ പേടിച്ചിട്ട് ചെയ്തത്. ആരെങ്കിലും വന്ന് ഈ തച്ചോളി ഓതേനൻ കൊല്ലപ്പെട്ടതോടുകൂടി ഇവർക്ക് തോക്കിനെ പേടിയായി. ഒരു വ്യക്തി ചെറുപ്പത്തിൽ നേടുന്ന നട്ടലിനെ പരിശീലിപ്പിച്ചെടുക്കുന്ന അയാളുടെ മസിൽ മെമ്മറിയാണ് അയാളുടെ അവസാന കാലം വരെ അയാളുടെ ആരോഗ്യമായിട്ട് നിൽക്കുന്നത്. ഈ മസിൽ മെമ്മറി എന്നൊരു വാക്ക് ശ്രദ്ധിച്ചോ? ഈ 18 അടവുകളിൽ ആദ്യത്തെ 6 അടവുകൾ മനുഷ്യ ശരീരത്തിനെ എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നുള്ളതാണ്. കാലിൻ്റെ ബലം പോയാൽ സകലതും പോയി. തുടയുടെ ബലം കുറഞ്ഞാൽ മനുഷ്യന് സ്മൃതിനാശം സംഭവിക്കും. ഈ പ്രമേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു മസിലാണ്. മസിലുള്ളവന് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. വന്നാൽ അവന് പരിഹരിക്കാനും പറ്റും. അങ്ങയിൽ നിന്ന് കേൾക്കാൻ കൗതുകമുള്ളത് ഏറ്റവും കൂടുതലുള്ളത് മർമ്മ ചികിത്സയെ പറ്റിയാണ്. ബോധിധർമ്മൻ്റെ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ബോധിധർമ്മൻ മുതൽ നമ്മളിങ്ങോട്ട് ഈ മർമ്മ ചികിത്സകളൊക്കെ ഒരുപാട്, എനിക്ക് തോന്നുന്നു നമുക്ക് മലയാളിക്ക് ഇതൊരു പരിധിവരെ കൈവിട്ടു പോയി. ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു, ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെട്ടു. മർമ്മവിദ്യ അറിയാവുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു. മർമ്മവിദ്യ എന്താണെന്ന് ഈ പറയുന്ന പോലെ, ഞാൻ ഈ പറയുന്നത് വർമ്മം എന്ന് തന്നെ പറയണം, അറിയാതെ മർമ്മം എന്നാണ് ആ വാക്ക് പോലും തെറ്റിദ്ധരിക്കപ്പെട്ടു. അതിൽ നിന്ന് വർമ്മവിദ്യയിൽ നിന്ന് ആൾക്കാർക്ക് രോഗത്തിൽ നിന്ന് മുക്തി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ വർമ്മവിദ്യയെപ്പറ്റി നമ്മൾ കുറച്ച് സംസാരിക്കേണ്ടതുണ്ട്. അതിലേക്ക് കടക്കാൻ തോന്നുന്നു. ഈ വിദ്യ പണ്ടും വളരെ കുറച്ച് ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഇപ്പോഴും ഇത് വളരെ കുറച്ച് ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് പലതും കെട്ടുകഥകളും പശ്ചാത്തലമില്ലാത്ത, തെളിവുകളില്ലാത്ത ചരിത്രങ്ങളുമാണ്. ഉദാഹരണത്തിന് ബോധിധർമ്മൻ. നമ്മളൊരു സിനിമ വന്നതിന് ശേഷം ബോധിധർമ്മനെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പറയും. ഏഴാം അറിവ്. കളരിപ്പയറ്റ് മദർ ഓഫ് മാർഷൽ ആർട്സ് എന്ന് പറയും. ഇത് രണ്ടും ശുദ്ധ നുണയാണ്. കളരിപ്പയറ്റ് മദർ ഓഫ് മാർഷൽ ആർട്സ് അല്ല, ബോധിധർമ്മൻ അല്ല ചൈനയിലെ കുങ്ഫു ഉണ്ടാക്കിയത്. ആ സിനിമയിൽ പറയുന്ന ഒരു കഥ മാത്രമല്ല, ബോധിധർമ്മനെ കുറിച്ചിട്ടുള്ള ചരിത്രം തന്നെ കെട്ടുകഥയാണ്. ആ ചരിത്രം തന്നെ കെട്ടുകഥ. ഇതിന് അടിസ്ഥാനം എവിടെയാ? ഏത് ടെക്സ്റ്റിലാണ് ഇതുള്ളത്? പല്ലവ രാജകുമാരനായ ബോധിധർമ്മൻ ആ നൂറ്റാണ്ടിൽ അവിടേക്ക് പോയി എന്ന് ചൈനീസ് ഗ്രന്ഥങ്ങളിലൊന്നുമില്ല. ചൈനയിലുള്ള ബോധിധർമ്മനെ കുറിച്ച് പറയുന്ന ആ വാക്ക് പോലും ഇല്ല അവിടെ. ഒരു പേർഷ്യയിൽ നിന്ന് വന്ന ഒരു ബുദ്ധ സന്യാസിയെക്കുറിച്ച് ചൈനീസ് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ബോധിധർമ്മൻ ഈ കളരിപ്പയറ്റ് കൊണ്ടുപോയി ചൈനയിൽ പ്രചരിപ്പിച്ചുവെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കളരിപ്പയറ്റിന്റെ ഏത് ഭാഗമാണ് അവർക്കുള്ളത്? ഒന്നുമില്ല. അത് ചൈനയുടെ ആയോധന പാരമ്പര്യം തികച്ചും മൗലികവും സ്വതന്ത്രവുമാണ്. നമ്മുടെ നാട്ടിലെ കളരിപ്പയറ്റിനെ കുറിച്ച് പറയുന്നത് കളരിപ്പയറ്റ് എന്തോ വലിയൊരു സംഭവമാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ കളരിപ്പയറ്റ് എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. നമ്മുടെ നാട്ടിൽ ടിപ്പു സുൽത്താൻ വന്നു. ഇവിടുത്തെ കളരിപ്പയറ്റുകാർ എന്ത് ചെയ്തു? ടിപ്പു സുൽത്താൻ വന്നതുപോലെ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ആധുനികമായ രീതിയിൽ സേനയെ സജ്ജീകരിച്ച് നേരിട്ടതുകൊണ്ടാണ് ടിപ്പു തെക്കൻ കേരളത്തിലേക്ക് വരാതിരുന്നത്. അല്ല, ബ്രിട്ടീഷുകാർ ടിപ്പുവിന്റെ കോട്ട ആക്രമിച്ചതുകൊണ്ട് തിരിച്ചുപോയി എന്നൊരു കഥയുണ്ടല്ലോ. എന്തുകൊണ്ടാണെങ്കിലും ടിപ്പുവിന് എതിർപ്പ് നേരിടേണ്ടി വന്നോ മലബാറിൽ? ഇല്ല. ഇനി മാപ്പിള ലഹള എന്ന് പറയുന്ന മാപ്പിള കലാപം 1921 ഒരുപാട് വിവാദങ്ങളുള്ളതാണ്. ഞാൻ ആ വിവാദമൊന്നുമല്ല. ആ കാലത്ത് പറയുന്ന കണക്കനുസരിച്ച് നിരവധി പേർ, കുമാരനാശാനൊക്കെ പറയുന്നു ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു എന്നുള്ള ആ രീതി തന്നെ എടുത്താൽ കൊല്ലപ്പെട്ടത് കൂടുതലും ഹിന്ദുക്കളാണ്. എത്ര പേര് ചേർന്നാ കൊന്നത്? മൊത്തം വിപ്ലവകാരികളുടെ, ഈ കലാപകാരികളുടെ എണ്ണം എത്രയായിരുന്നു? ആ കാലത്ത് ഇത് ഈ
മാപ്പിള കലാപം എന്ന് പറഞ്ഞ് നടന്നത് ഒരു പ്രാദേശികമായിട്ട് 4 താലൂക്കുകളിലാണ് നടന്നത്. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി തുടങ്ങിയിട്ടുള്ള. അതിനകത്ത് വള്ളുവനാട് താലൂക്കിൽ മാത്രം 4000 കളരി ഉണ്ടായിരുന്നു അത്രേ. 4000 കളരി ഉണ്ടായിരുന്ന സ്ഥലത്ത് 1-2 തീവണ്ടിയുടെ വാഗണിൽ കൊള്ളുന്ന അത്രേ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കലാപകാരികൾ. അത് അവര് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവരുണ്ടായിരുന്നില്ല. പക്ഷെ തോക്കുണ്ടായിരുന്നില്ലേ? തോക്കുണ്ടായിരുന്നു, തോക്കുറപ്പായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ എത്ര തോക്കുണ്ടായിരുന്നു? ഒരു തോക്ക് പൊട്ടിച്ചതിന് ശേഷം വീണ്ടും അത് ലോഡ് ചെയ്യാനായിട്ട് 10 മിനിറ്റ് എടുത്തിരുന്ന കാലമാണത്. അല്ലാതെ ഇന്നത്തെ പോലെ AK-47 അല്ല. പക്ഷെ അതിന്റെ ഒച്ചയൊക്കെ കേട്ടപ്പോ പേടിയുണ്ടാവും. അതെ, കളരിക്കാർ പേടിച്ചുപോയി. അവിടെ കളരിക്കാർ പേടിച്ചു പോയി എന്നല്ലേ. അപ്പൊ ഇത്രയും 4000-ൽ പരം കളരി ഉണ്ടായിരുന്ന നാട്ടിൽ ഏത് ചെറുത്തുനിൽപ്പുണ്ടാക്കി? ഇപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള തിരൂർ ദിനേശൻ ഉണ്ട്, ചരിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനത് വിളിച്ച് ചോദിച്ചു, ഇനി നമുക്കറിയാത്തതെന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം ഏതോ ഒരു സ്ഥലത്ത് ഒരു കളരിക്കാരൻ നടത്തിയ ചെറുത്തുനിൽപ്പിനെ കുറിച്ച് പറഞ്ഞു. പേടിച്ച് കളരികൾ അടച്ചുപൂട്ടിപ്പോയി. ഇപ്പൊ കളരി എന്നാൽ മഹാരാഷ്ട്രയുടെ ആയോധന പാരമ്പര്യമുണ്ട്, ഒറീസയുടെ ആയോധന പാരമ്പര്യമുണ്ട്. അവരൊക്കെ മഹായുദ്ധങ്ങൾ നയിച്ചത്. ഛത്രപതി ശിവാജിയുടെ ഹിന്ദു പദപാദശാഹി എന്ന് പറയുന്ന ആ 5 മുഗൾ ഷാഹി, ആദിപ്പൂർ ഷാഹി, ബീജാപ്പൂർ ഷാഹി എന്ന് പറയുന്ന 5 വിദേശ ഭരണത്തിനെതിരെ ഛത്രപതി ശിവാജി നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിൽ അദ്ദേഹത്തിനെ പിന്തുണച്ച ഒരു കായിക പാരമ്പര്യം മഹാരാഷ്ട്രയ്ക്കുണ്ട്. യുദ്ധം ചെയ്ത പാരമ്പര്യമാണ് അവർക്ക്. അതിപ്പോഴും ഉണ്ട്. അവരിത്തരം ഗിമ്മിക്കുകൾ നടത്തുന്നില്ല. രാജസ്ഥാനിലെ രജ്പുത്തുകൾ, പഞ്ചാബിൻ്റെ കായിക പാരമ്പര്യം, ഇവരൊക്കെ മഹായുദ്ധങ്ങൾ നടത്തിയവരാണ്. അവരാരും കളരി എന്താ പഠിക്കാഞ്ഞത്? ഇത്രയും നല്ല കാര്യമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ വന്ന് ഇവർ ഈ വാൾപ്പയറ്റ് പഠിക്കേണ്ടതല്ലേ? നമ്മുടെ നാട്ടിൽ ഈ വാൾപ്പയറ്റ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കളരി എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കുന്ന ഈ വാൾപ്പയറ്റ്, അത് ശരിക്കും കോമഡിയാണ്. വെട്ട് ഉള്ളെടുത്ത് കൊണ്ടുവന്ന് തടയണം. ഇത് തടയിരിക്കുന്നിടത്ത് പോയി വെട്ടുക. നമ്മളിപ്പോൾ നടക്കുന്നത് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വയ്ക്കുന്ന ഒരു നാടകമാണ് കളരിപ്പയറ്റ്, ഒരു കൊറിയോഗ്രാഫിയാണ്. നമ്മൾ വാൾപ്പയറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഒരു കൊറിയോഗ്രാഫിയാണ്. എനിക്കറിയാം, വെട്ടുവന്നിടത്തല്ല തടയണേ, തടയിരിക്കുന്നിടത്ത് പോയാണ് വെട്ടുന്നത്. ഒരു 10 വീഡിയോ എടുത്ത് നോക്കിക്കോ. പെർഫോമിംഗ് ആർട്ടോടായി മാറി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പെർഫോമിംഗ് ആർട്ടായി. ഇത് കേരളീയർ യുദ്ധം ചെയ്തിട്ടില്ല, യുദ്ധം കണ്ട് നൂറ്റാണ്ട് യുദ്ധത്തിന്. യഥാർത്ഥത്തിൽ കളരി എന്ന് പറയുന്നത് മലബാറിൻ്റെ സംഭാവനയാണ് കളരി എന്നുള്ള വാക്ക്. തെക്കോട്ട് ഇലങ്കം എന്നാണ് പറയുന്നത്. ഇപ്പോൾ അടൂർ ഒരു ഇലങ്കൻ റോഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് ഇലങ്കം നഗറുണ്ട്. ഈ തെക്ക് ഭാഗത്ത് ഇലങ്കം എന്ന് പറഞ്ഞാൽ കളരി തന്നെയാണ്. എന്തിൻ്റെ കളരിയാ? ഓരോ തറവാടിനും ഒരു ഇലങ്കം ഉണ്ടായിരുന്നു. അവിടുത്തെ വിദ്യാർത്ഥികളെ പ്രാഥമികമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ. എന്ത് കാര്യങ്ങൾ? വ്യാകരണം പഠിപ്പിക്കുക, ഗണിതം പഠിപ്പിക്കുക, എഴുത്ത് കളരി, പയറ്റ് കളരി, പാട്ട് കളരി, ഡാൻസ് കളരി, അതെ, നൃത്തക്കളരി. ഇപ്പൊ പ്രശസ്തമായ കൊടുങ്ങല്ലൂർ കളരി എന്തിൻ്റെ ഇതാ? അവിടെ സൈനികരെ ഉണ്ടാക്കുന്ന കളരി അല്ലത്. കേരള നമ്മുടെ മാതൃഭാഷയുടെ കളിത്തട്ടാണ് കൊടുങ്ങല്ലൂർ കളരി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും എത്രയോ മഹാന്മാരായ വ്യാകരണ പണ്ഡിതന്മാർ, കേരള പാണിനിയൊക്കെ ആ ഭാഗത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ പയറ്റ് എന്ന് പറയുന്ന സമ്പ്രദായത്തിനെ കളരിയുമായിട്ട് ചേർത്തു. കളരിപ്പയറ്റല്ല, പയറ്റ് കളരിയാണ് ശരിയായിട്ടുള്ള വാക്ക്. അപ്പം നമ്മുടെ ഈ പ്രാഥമിക വിദ്യാഭ്യാസ ശാലകളിൽ ഈ നൂറ്റാണ്ട് യുദ്ധം എന്നൊരു കാലഘട്ടത്തിൽ, ഒരു 100 വർഷം നീണ്ട ഒരു യുദ്ധം ചേരന്മാരും പാണ്ഡ്യന്മാരും ചോളന്മാരും ഒക്കെ ആയിട്ട് നടന്നിരുന്നു. നൂറ്റാണ്ട് യുദ്ധം. ഈ നൂറ്റാണ്ട് യുദ്ധത്തിലേക്ക് മാൻ പവർ സപ്ലൈ ചെയ്യുന്ന കുറച്ച് ഫ്യൂഡൽ മാടമ്പിമാരുണ്ടായിരുന്നു. നാട്ടിൽ പണിയില്ലാത്ത ചെറുപ്പക്കാരെ പിടിച്ച് കായിക പരിശീലനം കൊടുത്തിട്ട് മറ്റവർക്ക് മറിച്ചു വിൽക്കുന്ന പരിപാടി. അപ്പോൾ ഇവരിതിനു വേണ്ടി ഇപ്പോൾ കുഴിക്കളരി ഒരു മണ്ടത്തരമാണ്. നമ്മളിതൊക്കെ എന്തോ നിഗൂഢതയുള്ള, വളരെ രഹസ്യമുള്ള, ലോകത്തെ കായിക വിദ്യകളെല്ലാം ഉത്ഭവിച്ചത് മലബാറിലുള്ള ആ കുഴിയിലാണെന്നൊക്കെയാണ് നമ്മുടെ വിചാരം. ഈ കുഴിക്കളരി എന്ന് പറയുന്നത് തോക്കിനെ പേടിച്ചിട്ട് ചെയ്തത്. ആരെങ്കിലും വന്ന് ഈ തച്ചോളി ഓതേനൻ കൊല്ലപ്പെട്ടതോടുകൂടി ഇവർക്ക് തോക്കിനെ പേടിയായി.
ഈ അഭ്യാസികൾക്ക് തോക്കിനെ ഭയമായി, തച്ചോളിയോധൻ കൊല്ലപ്പെട്ടതിന് ശേഷം. അതിനുശേഷമാണ് ഈ കിടങ്ങ് കുഴിച്ച് ഇനി ആരെങ്കിലും ദൂരെ നിന്ന് വെടിവെച്ചാലോ, പിന്നെ വേറൊരുത്തൻ കാണുകയും ചെയ്യരുത് ഇവിടെ കാണിക്കുന്ന അഭ്യാസം എന്താണ്. അല്ല, ഇതിനകത്തൊന്നും നിഗൂഢമായ കാര്യങ്ങളൊന്നുമില്ല. ഈ അഭ്യാസമുറകളിൽ ഇതിൻ്റെ ഇന്നത്തെ കാലത്ത് ഇത് കുറച്ച് സർക്കസുകാരാൽ വികസിപ്പിച്ചതാണ്. ബ്രിട്ടീഷുകാരെ പേടിച്ച് ഏതാണ്ട് 150 വർഷത്തോളം നമ്മുടെ പയറ്റ് മുറകൾക്ക് വിസ്മൃതി സംഭവിച്ചു. 150 വർഷത്തോളം നിരോധിക്കപ്പെട്ടു. അതിനുശേഷം ചില വ്യക്തികൾ അവരുടെ പരിശ്രമത്തിനെ നമ്മൾ മാനിക്കാതിരിക്കാൻ പറ്റത്തില്ല. CVN കളരിയൊക്കെ പോലുള്ള അതിനൊക്കെ തുടക്കമിട്ട മഹാന്മാരായ വ്യക്തികളുണ്ട്. അവരുടെ പരിശ്രമത്തിലൂടെ ചില കാര്യങ്ങളെ അവർ കൊണ്ടുവന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്നത് തികച്ചും പരിഹാസ്യമായ ഒരു കാര്യമാണ്. ഈ കേരളത്തിലെ കളരിക്കാർക്ക് ആർക്കെങ്കിലും ഒരു മിക്സഡ് മാർഷൽ ആർട്സുകാരനുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റുമോ? ഇല്ല. MMA പെർഫോമർ വേറെയാണ്. ഇടിയുള്ളൂ. എന്തുകൊണ്ടാ? നമുക്ക് പറ്റുന്ന പണിയെ ചെയ്യാവൂ. ഈ കളരി എന്തോ ഒരു അത്ഭുതമാണെന്ന് കരുതി കുറേ കുട്ടികളെ വിളിച്ച് അത് പഠിപ്പിച്ച്. അല്ല, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ നമ്മുടെ ഈ ചരിത്രത്തിന് നേരെ ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ അങ്ങ് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ ഈ കളരി പഠിച്ചിട്ടുള്ളവരിൽ മെയ്വഴക്കം നന്നായി കാണാറുണ്ട്. അവരിൽ അവരുടെ വ്യക്തിപരമായ കൺട്രോള് വളരെ കൂടുതലായി കാണാറുണ്ട്. ആരോഗ്യവാന്മാരായി കാണാറുണ്ട്. പിന്നെ കളരി മർമ്മം, കളരി ചികിത്സ, കളരി കൈകാലുകൾ ഒടിഞ്ഞാൽ അങ്ങനെ ഇതിൻ്റെ ഈ യുദ്ധം ചെയ്യുക എന്നൊരു തലം, അല്ലെങ്കിൽ പോരാടുക എന്നൊരു തലം എന്നതിനപ്പുറത്തേക്ക് ഇതൊരു വ്യക്തിശുദ്ധിക്കും സ്വഭാവ രൂപീകരണത്തിനും ഒക്കെ ഗുണം ചെയ്യുന്ന ഒരു കലാരൂപമായി കണ്ടുപിടി. തീർച്ചയായിട്ടും നമ്മൾ പരിണത പ്രജ്ഞന്മാരായ ഒരുപാട് ഗുരുക്കന്മാർ ഇന്നും ഈ മേഖലയിലുണ്ട്. വലിയ അവകാശവാദങ്ങളൊന്നുമില്ലാതെ, വെല്ലുവിളികൾക്കൊന്നും പോകാതെ, അടക്കവും ചിട്ടയുമുള്ള അച്ചടക്കം, അതായത് 5 അടക്കം, വാക്ക്, നോക്ക്, നോട്ടം, സ്പർശം, ഈ 5 കാര്യങ്ങളുടെ അടക്കം വരുത്തി, അതിനാണ് അച്ചടക്കം. 5 അടക്കമാണ്. 5 പറയാം. നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളുടെ അടക്കം. ഓക്കെ. പഞ്ചേന്ദ്രിയങ്ങൾ അച്ചടക്കം. അടക്കത്തിൽ നിന്ന് അച്ചടക്കത്തിലേക്കുള്ള ഈ അച്ചടക്കത്തിലേക്ക് ഒരു തലമുറയെ ഒക്കെ വാർത്തെടുക്കാനായിട്ട് സാധിക്കുന്ന ഇതിൻ്റെ മെയ്യഭ്യാസങ്ങൾ. ഇപ്പോൾ വട്ടേന്തിരിപ്പെന്ന് പറഞ്ഞിട്ട് ഒരു സമ്പ്രദായമുണ്ട്. വട്ടേന്തിരിപ്പ്, അത് പയ്യന്നൂർ ഭാഗത്താണ് ഈ വട്ടേന്തിരിപ്പുള്ളത്. ഈ വട്ടേന്തിരിപ്പിൻ്റെ പല അംശങ്ങളും കഥകളിയിലൊക്കെ കയറി വരുന്നുണ്ട്. അസാധ്യമായ മെയ്വഴക്കങ്ങളാണ് അതിൻ്റെ ചിട്ടകൾ. അല്ല, ഇത് നേർക്കാലും വീതുകാലും കോൺകാലും ചെയ്താൽ തന്നെ അതെ അസാധ്യം. പക്ഷേ ഞാൻ എതിർക്കുന്നത് എന്തിനെയാണ്? കളരിയുടെ മെയ്വഴക്ക ചിട്ടകളെ അല്ല. കളരി ഒരു യുദ്ധം ചെയ്യാനുള്ള ഒരു കലയാണ് എന്ന് പറയുന്നിടത്താണ് ഞാൻ അതിനെ ചോദ്യം ചെയ്തത്. കളരിയുടെ മെയ്വഴക്കങ്ങൾ, കളരിയുടെ ഇപ്പോൾ ഒറ്റ എന്ന് പറയുന്ന ഒരു ആയുധമുണ്ട് കളരിയിൽ. ഗണപതിയുടെ വീണ കൊമ്പാണെന്ന് ചിലർ പറയും ഒറ്റ. ഞങ്ങളുടെ പാരമ്പര്യ പ്രകാരം ഇത് നട്ടെല്ലാണ്. മനുഷ്യൻ്റെ ആ ഒറ്റ എന്ന് പറയുന്ന ഉപകരണത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് ഇത് പിടിക്കുന്ന രീതികൾ പോലും പല രീതിയിലുണ്ട്. ഈ ഒറ്റയ്ക്ക് 18 പയറ്റുകളുണ്ട്. 18 അടവുകളെന്ന് പറയുന്നത് പോലെ ഒറ്റയ്ക്ക് 18 പയറ്റുകളുണ്ട്. ഈ പയറ്റുകൾ ഇതെല്ലാം നട്ടലിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്. ഒരു വ്യക്തി ചെറുപ്പത്തിൽ നേടുന്ന നട്ടലിനെ പരിശീലിപ്പിച്ചെടുക്കുന്ന അയാളുടെ മസിൽ മെമ്മറിയാണ് അയാളുടെ അവസാന കാലം വരെ അയാളുടെ ആരോഗ്യമായിട്ട് നിൽക്കുന്നത്. ഈ മസിൽ മെമ്മറി എന്നൊരു വാക്ക് ശ്രദ്ധിച്ചോണം. ചികിത്സയിലും ഈ കായികാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. നമ്മളുടെ ശരീരത്തിന് ചെറുപ്പത്തിൽ അതിൻ്റെ സ്മൃതി, മസിലുകൾക്ക് ഓർമ്മയുണ്ട്. ആ ഓർമ്മയിലേക്ക് നമ്മൾ ആ ഓർമ്മയെ ബലപ്പെടുത്തുന്നതാണ്. പേശികളുടെ സ്മൃതിയെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴക്കമാണ് ഈ ഒറ്റ. അതെടുത്ത് പയറ്റുമ്പോൾ നമ്മുടെ ശരീരം വളഞ്ഞും പുളഞ്ഞും പോകുന്ന അതിമനോഹരമായ കാഴ്ചയാണ്. ഈ ഒറ്റ നട്ടെല്ലാണ്. നട്ടെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ശിരസിൽ നിന്ന് വരുന്ന
12 നാഡികളുടെയും നമ്മളുടെ ഈ മർമ്മശാസ്ത്രത്തിൽ അത് 10 എന്നാണ് പറയുന്നത്. 10 നാഡികളുടെയും സമജ്ഞമായ അതിൻ്റെ ഒരു സമ്യക്കായ അതിൻ്റെ ചലനങ്ങളെ ക്രമീകരിച്ച് ഭാവിയിലേക്ക് നമുക്ക് ജീവിതകാലം മൊത്തം ചിലപ്പം വ്യായാമം ചെയ്യാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ 40ാമത്തെ വയസ്സിൽ ചെന്ന് പെട്ടെന്ന് വ്യായാമം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ശരീരം അതിനോട് പ്രതികരിക്കും. അപ്പം ചെറുപ്പത്തിൽ വേണ്ടുന്ന മസിൽ മെമ്മറി എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന അസാധ്യമായ അഭ്യാസക്രമമാണ് ഒറ്റ. ഈ ഒറ്റ നമ്മുടെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരണം. എല്ലാ വിദ്യാർത്ഥികളെയും പഠിപ്പിക്കേണ്ടതാണ് ഒറ്റ. കേരളത്തിൻ്റെ കളരി അല്ലെങ്കിൽ ഈ പയറ്റു പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഏറ്റവും ശാസ്ത്രീയവും സമഗ്രവുമായ കാര്യമാണ് ഒറ്റ. അപ്പം ഇത്തരം ചില അഭ്യാസങ്ങൾ ഇപ്പോൾ മെയ്പ്പയറ്റുകൾ വിവിധ തരത്തിലുണ്ട്. ഇപ്പോൾ അങ്ങ് പറഞ്ഞു ഇപ്പോൾ ആരോഗ്യം സംരക്ഷിക്കുന്നത്. ഞങ്ങൾ പലയിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സീനിയറായിട്ടുള്ള ഗുരുക്കന്മാരുണ്ട്, അവരുടെയും കൂടെ കായികാഭ്യാസ കായികക്ഷമതയൊക്കെ ഒന്ന് പരിശോധിക്കണം. മത്സരങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗുരുക്കന്മാരും കൂടെ മത്സരത്തിനിറങ്ങണം. 70 വയസ്സ് 60 വയസ്സിലൊക്കെ നിങ്ങൾക്കിറങ്ങി മൈതാനത്തിറങ്ങി നിങ്ങളുടെ അഭ്യാസം ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങളുടെ അഭ്യാസത്തിനെ നമുക്ക് മാനിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞെല്ലാം വെറുതെ അല്ലേ? അതെ. രോഗമില്ലാതിരിക്കണം. പ്രമേഹം പിടിച്ച് കൊടവയറും ചാടി എഴുന്നേക്കാൻ പറ്റാതെ നിൽക്കുന്ന ആശാൻ, അത് ഈ പറയുമ്പോൾ ഇതിനകത്ത് യുക്തി വേണം. ഇപ്പോൾ ഈ ആരാണ് കളരിയുടെ തുടക്കമിട്ടത്? എവിടെയാണ് കളരിയുടെ ഈ അഭ്യാസങ്ങളുടെ തുടക്കമിട്ടത്? ഇതിനൊരു ശരിയായ ഉത്തരവൊന്നുമില്ല. തെക്ക് വടക്കൻ ഇങ്ങനെ സമ്പ്രദായങ്ങളൊക്കെ പറയുന്നത് ഈ അടുത്ത കാലത്ത് മത്സരങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്. അങ്ങനെ സമ്പ്രദായങ്ങളൊന്നുമില്ല, തെക്ക് വടക്കൊന്നുമില്ല. നമുക്ക് മലയാളിക്ക് പല ഭാഷകളുണ്ട്, പല ശൈലികളുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ പോയാൽ തീരദേശത്തും അതിൻ്റെ കുറച്ച് ദൂരോട്ടുമൊക്കെ സംസാരിക്കുന്ന ഭാഷയ്ക്ക് വ്യത്യാസമുള്ളതുപോലെ കളരിപ്പയറ്റിന് വ്യത്യാസമുണ്ട്. പ്രാദേശികമായി ഉണ്ടായിപ്പോയ വ്യത്യാസവും ലീനേജിൽ വന്ന വ്യത്യാസവും ഉണ്ട്. പരശുരാമൻ്റെ പരമ്പര പറയുന്നവരുണ്ട്, അഗസ്ത്യ മഹർഷിയുടെ പാരമ്പര്യം പറയുന്നവരുണ്ട്. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. അഗസ്ത്യ മഹർഷിക്കും പരശുരാമനൊന്നും വന്ന് ആരെയും ഈ യുദ്ധമുറകളും പയറ്റുമുറകളും പഠിപ്പിച്ചതായിട്ട് ഒരിടത്തും പറയുന്നില്ല. അവരുടെ ജോലി അതല്ല. ഇപ്പൊ പരശുരാമ കൽപ്പസൂത്രം എന്നൊരു ഗ്രന്ഥമുണ്ട്. ഈ പരശുരാമൻ ഈ പരശുരാമന്റെ കാലഘട്ടത്തിൽ കേരളം ഉണ്ടായിരുന്നു. കേരളത്തിലെ കളരിയുടെ ഗുരുവായിട്ട് പരശുരാമൻ വരണമെങ്കിൽ പരശുരാമന്റെ കാലഘട്ടത്തിൽ കേരളം ഉണ്ടായിരിക്കണം. അതായത് ദശാവതാരങ്ങളിൽ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കേരളം ഉണ്ടായിരുന്നു. ഈവൻ കലിയുഗത്തിൽ പോലും അല്ലായിരുന്നിരിക്കാം. പരശുരാമൻ ഈ യുഗത്തിലേ അല്ല. അപ്പം ഈ പറയുന്ന കാര്യങ്ങളിൽ യുക്തിയില്ല. എന്നാൽ ഇതിനകത്തുള്ള ഇപ്പോൾ ഞങ്ങളുടെ കളരിയിൽ ഞങ്ങൾ ഒരിക്കലും ഇതൊരു തല്ലുമുറയായിട്ട് പഠിപ്പിക്കുന്നില്ല. ഈ വർമ്മശാസ്ത്രം പഠിപ്പിക്കാനും ഈ ശരീരത്തിൻ്റെ മസിൽ മെമ്മറി നിലനിർത്താനും വഴക്കങ്ങൾ വരുത്തുവാനും വ്യായാമം ചെയ്യുന്ന ശീലം ആജന്മം നിലനിൽക്കാനും വേണ്ടുന്ന രീതിയിലുള്ള പരിശീലനങ്ങളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാൻ വളരെ ചുരുക്കം ആൾക്കാർ, ഞങ്ങൾക്ക് അവിടെ കളരി താമസിച്ച് പഠിക്കാനുള്ള സംവിധാനമുണ്ട്. ഈ നമ്മളുടെ അഭ്യാസങ്ങൾ ചെയ്ത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അനാട്ടമി ഫിസിയോളജിയും അവൻ സ്വയം പഠിക്കും. കൈകൾ തിരിയുമ്പോഴും മറ്റൊരുത്തൻ്റെ കൈ പിടിക്കുമ്പോഴും ഒക്കെ ഇതിലൂടെ ഇതാണ് പഠിക്കാൻ പറ്റുന്നത്. വൈദ്യശാസ്ത്രം പഠിക്കാൻ പറ്റും. ശരീരത്തിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ വളരെ കൂടുതൽ, ശരീരബോധം വർദ്ധിക്കും. കറക്റ്റ്, അതാണ്. ശരീരബോധം വർദ്ധിക്കും. അവിടെ നിന്ന് നമുക്ക് മർമ്മ പഠനത്തിലേക്ക് എളുപ്പമാണ്. ഈ ശരീരബോധം നഷ്ടപ്പെടുത്തണമെന്നാണ് വേദാന്ത. ശരീരബോധമാണ് കുഴപ്പമൊന്നും. പക്ഷേ ശരീരബോധമാണ് നമുക്കില്ലാത്തത്. നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് നമുക്കറിയുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ? ഈവൻ ശ്വാസം എടുക്കുന്ന പോലും അറിയുന്നില്ല, നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഒരു അഭ്യാസിക്ക് അവൻ്റെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഒരു വലിയ മുതലാളിക്ക് തൻ്റെ ഫാക്ടറിയിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ അറിയാൻ പറ്റും, അതേപോലെ തൻ്റെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അവന് സ്വയം അറിയാം. ഈ ശരീരത്തെ ഒരു യന്ത്രം പോലെ കരുതണമെന്നോ എന്തോ? ശരീരം
ഒരു യന്ത്രമാണ്, അതിനൊരു തന്ത്രമുണ്ട്, അതിനൊരു മന്ത്രവുമുണ്ട്. യന്ത്രം പോലെ, യന്ത്രം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മെഷീൻ എന്ന വാക്കിൻ്റെ വിവർത്തനമല്ല യന്ത്രം. അങ്ങനെ പല വാക്കുകളും നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. മെഷീൻ്റെ മലയാളമോ അല്ല സംസ്കൃതം. ശാസ്ത്രം എന്നുള്ള വാക്കിന്റെ പരിഭാഷ അല്ല സയൻസ്. ഇത് രണ്ടും രണ്ടാണ്. തീർച്ചയായിട്ടും. ചലിക്കാൻ സഹായിക്കുന്നത് എന്താണോ അതാണ് ഇവിടെ യന്ത്രം. ഓ, അങ്ങനെയാണ്. യാനം നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഈ ഒരു വള്ളത്തെ വേണമെങ്കിൽ യന്ത്രമായിട്ട് പറയാം. അല്ല, വള്ളം ഒരു യാനമാണല്ലോ. എന്നാൽ അതിനൊരു യന്ത്രമുള്ളത് അതിനെ ചലിക്കാൻ സഹായിക്കുന്നതാണ്. അതായത് അതിനകത്തിരിക്കുന്ന മന്ത്രം എന്ന് പറയുന്നത് തുഴക്കാരനാണ്. എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നതാണ് അതിന്റെ മന്ത്രം. അതിന്റെ തന്ത്രമാണ് തുഴയുന്നത്. അതിന്റെ ആ യന്ത്രമാണ് വള്ളം. ഒരു കാറിലെ ഡ്രൈവറാണ്, അതിന്റെ ഫ്യൂവലാണ് മന്ത്രം. ഡ്രൈവിംഗ് ചെയ്യുന്നതാണ് തന്ത്രം, കാറാണ് യന്ത്രം. ഈ യന്ത്രമന്ത്ര തന്ത്രങ്ങളുടെ സമന്വയമാണ് ശരീരം, മനുഷ്യ ശരീരം. ഓ, ആ ഒരു കൺസെപ്റ്റിലാണ് പറയുന്നത്. അതെ, ഈ ശരീരം തന്നെയാണ് പ്രപഞ്ചം. ഇതെല്ലാം ഈ നമ്മുടെ കളരികളിൽ പഠിപ്പിക്കുന്ന പ്രാഥമികമായ കാര്യമാണ്. ഗണിതവും വൈദ്യവും മനുഷ്യന് നിലനിൽക്കാനുള്ള അടിസ്ഥാനമായ അടവുകളൊക്കെ പഠിക്കണം. ഈ കളരിയിൽ 18 അടവുകളുണ്ട്. ഈ 18 അടവുകളിൽ ആദ്യത്തെ 6 അടവുകൾ മനുഷ്യ ശരീരത്തിനെ എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നുള്ളതാണ്. ഓതിരം, കടകം, സുകങ്കാളം, കായവൃദ്ധി, സൗഭദ്രം, ചടുലം. ഈ ആദ്യത്തെ 6 അടവുകൾ, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ഈ 6 പറയുന്നുള്ളൂ. ഈ 6 അടവുകളിൽ ഓതിരം എന്ന് പറഞ്ഞാൽ തലയുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഞരമ്പുകളുടെയും തലയുടെ സമഗ്രമായ പ്രവർത്തനങ്ങളെ എങ്ങനെ നിലനിർത്തണമെന്നും അതിന് പറ്റിയ തകരാറുകൾ എന്താണെന്നും അതിനെ എങ്ങനെ നന്നാക്കാമെന്നുള്ള അറിവാണ് ഓതിരം. കടകം എന്ന് പറയുന്നത് കാലിൻ്റെ സമഗ്രമായ അറിവാണ്. കാലിൻ്റെ ബലം പോയാൽ സകലതും പോയി. തുടയുടെ ബലം കുറഞ്ഞാൽ മനുഷ്യന് സ്മൃതിനാശം സംഭവിക്കും. ഓർമ്മക്കുറവ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ തുടയ്ക്ക് ബലം ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. തുടയുടെ ബലം കുറയുന്നത് പല രോഗങ്ങൾക്കും കാരണമാണ്. പ്രമേഹത്തിൻ്റെ പല അവസ്ഥകളിലും തുടയുടെ ബലം കുറയുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ തല ഓതിരമാണെങ്കിൽ കടകം. കായവൃദ്ധി എന്ന് പറഞ്ഞാൽ മസിലുകൾ വേണ്ട രീതിയിൽ വികസിപ്പിക്കണം. ഈ പ്രമേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു മസിലാണ്. മസിലുള്ളവന് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. വന്നാൽ അവന് പരിഹരിക്കാനും പറ്റും. സുകങ്കാളം, എല്ലിൻ്റെ ബലം. ഓതിരം, കടകം, കായവൃദ്ധി, സുകങ്കാളം, എല്ലിൻ്റെ ബലം വർദ്ധിപ്പിക്കണം. സൗഭദ്രം, ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എത്ര സമയം ഇരിക്കണം, എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ള ഒരറിവുണ്ട്. അതാണ് സൗഭദ്രം. ചടുലം, നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ 5 ഇന്ദ്രിയങ്ങളുടെയും ഏകോപനം ആവശ്യമാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തല കറങ്ങി പോകുന്നുണ്ടെങ്കിൽ പല ഇന്ദ്രിയങ്ങളുടെയും ഏകോപനത്തിൻ്റെ പ്രശ്നമുണ്ട്. ഈ അടിസ്ഥാനമായ 6 കാര്യങ്ങളാണ് ഒരു മനുഷ്യന് നിലനിൽക്കാൻ വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇത് കളരിയിൽ നിന്നാണ്, ഈ അഭ്യാസമുറകളിൽ നിന്നാണ് പഠിക്കേണ്ടത്. അടുത്ത 6 സാമൂഹികമാണ്. ഓ, അങ്ങനെയാണ്. ഇതിൻ്റെ ആയുധങ്ങളും മറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും വരുന്നത് അവസാനത്തെ 6 നമ്മൾ പറയും ഈ 18 അടവുകളെ കുറിച്ചൊക്കെ പല വ്യാഖ്യാനങ്ങളും വേറെയുണ്ട്. പക്ഷേ വ്യാഖ്യാനം ഉണ്ടെന്നേ പറയത്തുള്ളൂ. അത് രഹസ്യമാണ്. എൻ്റെ ഗുരുവിനും എനിക്കും മാത്രം അറിയാവും, നിങ്ങൾക്കത് പറഞ്ഞു തരില്ല എന്ന് പറയും. ഇതിനകത്ത് പല കെട്ടുകഥകളും ഹോക്സ് എന്നൊക്കെ പറയത്തില്ലേ, അത്തരത്തിലുള്ള കഥകളുമാണ് ഈ അഭ്യാസങ്ങളെക്കുറിച്ചും ഇതിനെക്കുറിച്ചും പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കളരിയെ ഒരു ആയോധന അല്ലെങ്കിൽ കളരിയെ ഒരു ഫൈറ്റിംഗ് ടൂളായി അറിയാതെ പ്രചരിപ്പിക്കപ്പെട്ടു. ഇത് വ്യക്തിയിലേക്ക് ഒരു ധ്യാനം പോലെയൊക്കെ അകത്തേക്ക് സഞ്ചരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യനെ കായികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ഗുണനിലവാരമുള്ള മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള അടിസ്ഥാനമായ പ്രോഗ്രാമുകളാണ് കളരിയിലുള്ളത്.
അല്ലാതെ ഇതൊരു കായിക വിദ്യയല്ല. നമ്മുടെ ഗുണനിലവാരമുള്ള ഇപ്പോൾ 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സംഗ്രാമ മാധവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഓർത്തു നോക്കൂ. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ കളരികളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള മഹാന്മാരായ എത്രയോ മനുഷ്യർ, ഗണിതശാസ്ത്രജ്ഞന്മാർ മുതൽ വാനശാസ്ത്രജ്ഞന്മാർ വരെയുള്ള വലിയൊരു പരമ്പരയുണ്ട്. നമുക്ക് വലിയ വലിയ രാജാക്കന്മാരെക്കുറിച്ചല്ല പറയാനുണ്ടായിരുന്നത്. കേരളം സരസ്വതിയുടെ മണ്ണാണ്. നമ്മൾ അറിവായിരുന്നു നമ്മളുടെ നാടിൻ്റെ പ്രത്യേകത. വലിയ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയ വലിയ രാജാക്കന്മാരുടെയും നവാബുമാരുടെയൊക്കെ പേരാ പറയുന്നത്. നമ്മുടെ നാട്ടിൽ എഴുത്തച്ഛൻ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരെ കുറിച്ചാണ് പറയുന്നത്. എഴുത്തച്ഛൻ്റെ കളരിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെക്കുറിച്ചും സി രാധാകൃഷ്ണൻ സാർ എഴുതിയ തീക്കടൽ കടഞ്ഞ തിരുമധുരം വായിച്ചാൽ അറിയാൻ പറ്റും. അപ്പം കളരിയുടെ പൈതൃകത്തിനെ തള്ളിപ്പറയുകയല്ല ഞാൻ ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു ആഹ്വാനമാണ്. തെറ്റിദ്ധാരണ മാറണം. അതാണ് കളരിയെക്കുറിച്ച് പറയാനുള്ളത്. ശരിയാണ്, അങ്ങ് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് നമുക്കത് ഓർമ്മ വരുന്നത്. നമ്മുടെ നാടും നമ്മുടെ പ്രദേശങ്ങളും ഒക്കെ കലാകാരന്മാരുടെയും എഴുത്തുകാരന്മാരുടെയും നല്ല മനുഷ്യരുടെയും സാഹിത്യകാരന്മാരുടെയും ഒക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു നാടാണ് കേരളം. തീർച്ചയായിട്ടും രാജാക്കന്മാരുടെ പേരിലല്ല അറിയപ്പെടുന്നത്. അതൊരു ഭയങ്കര തിരിച്ചു പെട്ടെന്ന് ആലോചിച്ചപ്പം അടൂർ എന്നുള്ള പേര് കേട്ടാൽ നമുക്ക് ആരെയും ഓർമ്മ വരുന്നത്? പണ്ട് ഭരിച്ച ആൾക്കാരെയാണോ? അവിടുത്തെ മാടമ്പിമാരെയാണോ? അല്ല. അടൂർ ഗോപാലകൃഷ്ണൻ മുതൽ അടൂർ ഭാസി മുതൽ അടൂർ പങ്കജം മുതൽ അടൂർ ഭവാനി മുതൽ എത്രയോ കലാകാരന്മാരും അറിവാളന്മാരുമായ വ്യക്തികളെയാണ് ഓർമ്മ വരുന്നത്. കേരളത്തിലെ ഓരോ നിലവിന് കായംകുളത്തെ പറ്റി പറഞ്ഞാൽ നല്ലവനായ ഒരു കള്ളൻ്റെ കഥയാണ് നമ്മൾ കായംകുളം രാജാവിനെ പറ്റി അല്ല നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ കേരളം മുഴുവൻ നോക്കിയാൽ ചാക്യാർ മുതൽ നമ്മളിങ്ങനെ ഈ കായംകുളം ഉണ്ടല്ലോ, കളരികളുടെ അറിവിൻ്റെ നാടാണ്. നമ്മുടെ മോഹിനിയാട്ടം ഉണ്ടായത് എവിടെയാ? കായംകുളത്താണ്. മോഹിനിയാട്ടത്തിൻ്റെ തുടക്കം കഥകളി ഈ കായംകുളം എന്ന് പറയുന്നത് ഇന്നത്തെ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ഈ സ്ഥലങ്ങൾ, കോട്ടയം ചേർന്നിട്ടാണ് കായംകുളം എന്ന് പറയുന്നൊരു സ്ഥലം, ഒരു നാട്ടുരാജ്യം. അതിൻ്റെ വടക്കേ അതിര് നമ്മുടെ തൃശ്ശൂർ ജില്ല വരെ വടക്കുന്നാഥനും കിഴക്ക് ശ്രീധർമ്മശാസ്താവിനെയും പടിഞ്ഞാറ് ശ്രീഭദ്രകാളിയെയും വടക്ക് ശ്രീ വടക്കുംനാഥനെയും തെക്ക് ശ്രീ വീരഭട്ടാരികയും ആണ് അവരുടെ സങ്കല്പം ഉണ്ടായിരുന്നത്. നമ്മുടെ ഈ പൂരമല്ലേ, യഥാർത്ഥ പൂരമൊക്കെ തുടങ്ങിയത്, അതായത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ആറാട്ടുപുഴ പൂരം തുടങ്ങിയത് കായംകുളത്തെ രാജാക്കന്മാരാണ്. പക്ഷെ അവരുടെ ഒരാളുടെ പോലും പേര് ഇന്നാർക്കും അറിയില്ല. ശരിയാണ്. ഇരയിമ്മനെന്നും ഭാസ്കര രവിവർമ്മനെന്നും ഒക്കെ പേരുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇവരാരും സാമ്രാജ്യത്തിനെ വളർത്തിയതല്ല, അറിവിനെയാണ് വളർത്തിയത്. എത്ര കലകളാ, ചാക്യാർ കൂത്ത്, കൂടിയാട്ടം, ഇതെല്ലാം ആ മണ്ണിലാണ് പിറന്നത്. ഗണിതം പിറന്നത് ആ മണ്ണിലാണ്. ഇപ്പൊ നമുക്ക് റോമൻ കാലവർഷ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കണ്ടിയൂരബ്ദം എന്ന് പറഞ്ഞ് ഒരു കാലഗണന തന്നെ നമുക്ക് കായംകുളത്തുണ്ടായിരുന്നു.